ഡിയർ ഫ്രണ്ട്സ്, ഈ മാനിഫെസ്റ്റേഷനും അഫർമേഷനും ഒക്കെ ഉള്ളതാണോ? ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു കഥ പറയട്ടെ. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മൂവി കാണാനുള്ള പെർമിഷനുണ്ട്. അങ്ങനെ ഒരു ദിവസം ഏതോ ഒരു ഹിന്ദി മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇല പറന്ന് വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറന്നിറങ്ങി വരികയാണ്. ആ ഇല കണ്ടപ്പോൾ ആ ഇലയോട് ഭയങ്കര ഒരു ഇഷ്ടം. ആ ഇല എന്താണെന്നോ ആ ഇല എവിടെയാണ് കാണാൻ പറ്റുന്നതെന്നോ ഒന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ഇല കാണുന്നത്. എന്നിട്ട് ഞാൻ ആ സമയത്ത് തന്നെ ആരോടൊക്കെയോ ചോദിച്ചു, ഈ ഇലേനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന്. അപ്പം ആർക്കും, എൻ്റെ കൂടെ പഠിക്കുന്ന ആർക്കും അത് അറിയത്തില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം കണ്ട് ഞാൻ ആ ഇലയൊന്ന് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏതോ ഒരു ബുക്കിൽ. കാലങ്ങൾ കടന്നുപോയിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ കാനഡയിൽ വന്നു. കാനഡ ആയിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് ഈ ഇലേനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. പിന്നെ വിൻ്ററൊക്കെ കഴിഞ്ഞു, സ്പ്രിംഗ് ആയി, ഓട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ആ കറക്റ്റ് ഞാൻ കണ്ട ആ കളറിലോട്ട് ആ ഇല വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, പണ്ട് ഞാൻ ആ ഒരു ഇല എനിക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഞാനാണ് ആ ഇല അടിച്ചു വാരി ഇപ്പോൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മാനിഫെസ്റ്റേഷൻ കറക്റ്റ് അല്ലേ? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാനിഫെസ്റ്റേഷൻ അത് നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നു, നമ്മളുടെ ആ ഇഷ്ടത്തിൻ്റെ ഡെപ്ത് എന്താണ്, അതനുസരിച്ചാണ് മാനിഫെസ്റ്റേഷൻ ഓരോ വ്യക്തികൾക്കും വർക്കൗട്ട് ആകുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് അതൊരു സയൻസ് ആണ്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവും നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ താങ്ക് യു.